ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും എത്തിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ അതിൻ്റെതായ പ്രാധാന്യം അറിയിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളുന്നു. നാം യഥേഷ്ടം അതിലേക്ക് വ്യാപൃതരുമാണ്. സർവശക്തനായ അല്ലാഹു എല്ലാം സ്വീകരിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ട് എങ്കിലും, ഒരുപാട് സൽക്കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നവരാണെങ്കിലും, ഒരിക്കലും നമുക്ക് മറക്കാനോ മാറ്റി നിർത്താനോ കഴിയാത്ത ഒരു വലിയ സൽക്കർമ്മമാണ് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തുകൾ, അതിലേക്കുള്ള നമ്മുടെ ഒരുക്കങ്ങൾ. നിരവധി സ്വലാത്തുകൾ നമ്മുടെ മുന്നിലുണ്ട്. സ്വലാത്ത് കൊണ്ട് അർത്ഥമാക്കപ്പെടുന്ന എല്ലാ ലഫ്ളുകളും നാം ഉച്ചരിക്കുമ്പോൾ സ്വലാത്തിന്റെ മഹത്വം, അത് നബി കീർത്തനമായാലും നബി പ്രശംസയായാലും നബിയുടെ മദ്ഹായാലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തിൻ്റെതായ അർഹതയിൽ തന്നെ അതിനെ പരിഗണിക്കപ്പെടുന്നു എന്ന പഠനം നമ്മളിൽ നിലകൊള്ളുമ്പോൾ, സ്വലാത്തുകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒന്നിന് ഏറ്റവും ശ്രേഷ്ഠത ഉണ്ടാവുമല്ലോ. ഏറ്റവും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് എന്ന് പറയാൻ പറ്റുന്ന ഒരു മഹത്തായ സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ എന്നുള്ളത്. എല്ലാവർക്കും സുപരിചിതമാണ് ആ സ്വലാത്ത്. കാരണം നമ്മുടെ മദ്രസകളുടെ ബാലപാഠങ്ങളിൽ പോലും, നിസ്കാരത്തെക്കുറിച്ച് പഠിപ്പിക്കപ്പെടുന്നിടത്ത് പോലും ഈ സ്വലാത്ത് കൃത്യമായി ഒരാളുടെ നാവിൻ തുമ്പിൽ എത്തുകയാണ്. അത്രയും ശൈശവത്തിൽ തന്നെ നമ്മളോട് ചേരുന്ന, അലിഞ്ഞു ചേരുന്ന ഒരു സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ എന്നുള്ളത്. ഇബ്രാഹിമിയ സ്വലാത്ത് സാധാരണ തഹയ്യാത്തിലൊക്കെ ചൊല്ലാറുള്ള സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് എന്നതാണ് ഇതിന്റെ ക്രോഡീകൃതമായിട്ടുള്ള ഒരു രൂപം. ഈ സ്വലാത്ത് എല്ലാവർക്കും അറിയാം. ഇത് വലിയ ശ്രേഷ്ഠതയുള്ള സ്വലാത്താണെന്ന് വെറുതെ പറയല്ല, അതിന്റെ ചെറിയ ഒരു വിശകലനമാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും ഒക്കെ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ശീലം പൊതുവേ സത്യവിശ്വാസികളുടെ ഇടയിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളെയും ആളുകളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ഹ്രസ്വമായ ചർച്ച അതിലേക്ക് ഉദ്ദേശിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒന്നാമത് തന്നെ പറയട്ടെ, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്വലാത്ത് എന്ന് അസ്വലാത്തുൽ ഇബ്രാഹിമിയെ കുറിച്ച് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഏറ്റവും അഫ്ളലായ അമലാണല്ലോ നിസ്കാരം. അഫ്ളലുൽ ഇബാദത്തിൽ ബദനിയത്തി കുല്ലിഹ അസ്വലാ. മനുഷ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ അമലായ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ കർമ്മശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള മഹോന്നതമായ ക്രോഡീകരണത്തിൽ നിസ്കാരത്തിൽ ഇടം പിടിച്ചിട്ടുള്ള സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ. ഏത് സ്വലാത്തും ചൊല്ലാം എന്നൊക്കെയാണെങ്കിൽ പോലും ഫിഖ്ഹ് നമ്മുടെ മുന്നിൽ നിസ്കാരത്തിന്റെ ക്രോഡീകൃത രൂപത്തെ പരിചയപ്പെടുത്തിയപ്പോ അസ്വലാത്തുൽ ഇബ്രാഹിമിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ മഹത്തായ ക്രോഡീകരണത്തിൽ നിസ്കാരത്തിൽ ഇടം പിടിച്ച സ്വലാത്താണ് അസ്വലാത്തുൽ ഇബ്രാഹിമിയ. ഇനി നിങ്ങൾ നോക്കൂ, സുജൂദില്ലാത്ത നിസ്കാരമാണല്ലോ മയ്യത്ത് നിസ്കാരം. മയ്യത്ത് നിസ്കാരത്തിന്റെ ഒരു നിസ്കാരത്തെ അതിന്റെ പ്രാധാന്യത്തിൽ എത്തിക്കുന്നത് സുജൂദ് എന്ന് പറയുന്ന പുണ്യകർമ്മം അതിൽ ഉള്ളത് കൊണ്ട്. സുജൂദ് ഇല്ലാനിട്ടും
മയ്യത്ത് നിസ്കാരത്തിന്റെ ക്രോഡീകരണത്തിലും സുജൂദില്ലാത്ത മയ്യത്ത് നിസ്കാരത്തിൽ പോലും അസ്സലാത്തുൽ ഇബ്രാഹിമിയ കടന്നു വരികയാണ്. രണ്ടാം തക്ബീർ കഴിഞ്ഞ നമ്മള് ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. ഏത് സ്വലാത്തും ചൊല്ലാം, എന്നാലും ഫിഖ്ഹ് നമ്മോട് നിർദ്ദേശിച്ചത് ഇബ്രാഹിമിയ സ്വലാത്താണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ 5ാമത്തെ ഫറളാണ് മയ്യത്ത് നിസ്കാരത്തിൽ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. അങ്ങനെ വരുമ്പോ മയ്യത്ത് നിസ്കാരത്തിൽ പോലും ഈ ഇബ്രാഹിമിയ സ്വലാത്ത് ഒഴിവല്ല എന്നുള്ളതാണ്. മയ്യത്ത് നിസ്കാരത്തിന്റെ 5ാമത്തെ ഫറള് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി നാം ആ ഫറള് നിർവഹിക്കുകയാണ്. അപ്പൊ അതിലും ഈ സ്വലാത്ത് ഇടം പിടിച്ചു എന്നത് ഈ സ്വലാത്തിന്റെ ഏറ്റവും വലിയൊരു മഹത്വമായി തന്നെ നമ്മൾ കാണണം. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലിക്കേൾപ്പിച്ചു സഹാബത്തിനെ. അങ്ങനത്തെ ഒരു പ്രത്യേകതയും ഈ സ്വലാത്തിനുണ്ട്. സ്വലാത്ത് ആവാൻ വേണ്ടി നിബന്ധന വെക്കപ്പെട്ടിട്ടുള്ളതായ പദക്രോഡീകരണങ്ങളാൽ പല അഫ്ദലായ വാക്കുകളും നമുക്ക് സ്വലാത്തുകളായി ഉപയോഗിക്കാമെങ്കിൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചൊല്ലി സ്വഹാബത്തിനെ കേൾപ്പിച്ച് ഇതാണ് സ്വലാത്ത് എന്ന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ സ്ഥാനവും ഈ അസ്സലാത്തുൽ ഇബ്രാഹിമിയക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഹദീസ് പറയാം. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു റഹ്മത്തുള്ളാഹി അലൈഹി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലി എന്നതാണ് ഈ സ്വലാത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞല്ലോ. അവിടെ ഈ ഹദീസുകളുടെ എല്ലാം വ്യത്യസ്തമായ റിവായത്തുകളിൽ ഈ സ്വലാത്തിനെ പല രൂപത്തിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഈ വിഷയം തുടങ്ങിയപ്പോൾ ചൊല്ലിക്കേൾപ്പിച്ചത് ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഏറ്റവും ഫൈനലായിട്ടുള്ള ക്രോഡീകരണത്തിൽ, ഹദീസുകളുടെ ക്രോഡീകരണത്തിൽ വന്നിട്ടുള്ള ഒരു രീതിയാണ്. ഇമാം ബുഖാരിയുടെ ഹദീസ് നോക്കിക്കോളൂ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി മഹാനായ കഅബ് ഇബ്നു ഉസ്റ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്നു, മഹാനവറുകളെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. 2 സ്വഹാബികൾ. ആ സമയത്ത് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു പറയുന്നു, നിനക്ക് ഞാനൊരു ഹദിയ തരട്ടെ കഅബേ എന്ന് ചോദിക്കാം. ഒരു ഹദിയ. എന്താണ് ഹദിയ? സമിഅതുഹാ മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യത്തെയാണ് നിനക്ക് ഞാൻ ഹദിയയായി തരുന്നത്. ഹബീബിൽ നിന്നും കേട്ട് വലിയ സന്തോഷായി. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ബലാ, എന്ന തന്നോളൂ. ഹബീബിൽ നിന്നും കേട്ടിട്ടുള്ള ആ കാര്യം ഹദിയയായി എനിക്ക് തന്നോളൂ. ഫഅഖ്ദിഹാലി, എനിക്കത് ഹദിയയായി തന്നാലും. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് ഞാൻ നബിയിൽ നിന്ന് കേട്ടെന്നറിയൂ, നിനക്ക് ഹദിയ തരാൻ പോവാ കാര്യം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ സ്വഹാബികൾ ഹബീബായ നബിയോട് ചോദിച്ചിരുന്നു, യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക്കും അഖ്ലൽ ബൈത്ത്, നബിയെ അങ്ങേക്കും കുടുംബത്തിന് ഞങ്ങൾ എങ്ങനെയാ സ്വലാത്ത് ചൊല്ലാ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വലാത്ത് ചൊല്ലേണ്ട രൂപത്തെ കുറിച്ച്. ആ ഒരു വചനമാണ് ഞാൻ നിനക്ക് ഹദിയാക്കി തരുന്നത്. നബിയേ, അല്ലാഹു ഞങ്ങൾക്ക് സലാം ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാ നബിയെ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നു. ഇവിടെ സ്വലാത്തിൽ കേട്ടിരിക്കുന്ന ക്രോഡീകരണ രൂപം ഇത് ഫൈനൽ അല്ല. ധാരാളം റിവായത്തുകൾ ബുഖാരി തന്നെ ഉണ്ട്, 4-5 റിവായത്തുകൾ വേറെ. അപ്പൊ അതിൽ നിന്നും മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഈ സ്വലാത്തിന്റെ നാം ഇന്ന് ചൊല്ലുന്ന രൂപത്തെ ക്രോഡീകരിച്ചു. ഫിഖ്ഹ് അത് ഏറ്റെടുത്തു. ആ രീതിയിലാണ് നമ്മുടെ മുന്നിൽ ഈ സ്വലാത്ത് നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന രൂപത്തിൽ വന്നിട്ടുള്ളത്. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ, ഇബ്രാഹിം കുടുംബത്തിനും ഗുണം ചെയ്യണേ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ചെയ്ത പോലെ.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ, കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും നീ ചെയ്ത പോലെ. ഇന്നക ഹമീദും മജീദ്, നീ സ്തുതിക്കപ്പെട്ടവനാണ്, നീ മഹോന്നതനാണ് അല്ലാ എന്നതാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള ഒരു വലിയ ബന്ധം സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി തരാണ് ഈ സ്വലാത്തിന്റെ ലഫ്ളുകൾ. ഉദ്ഹിയത്തിലൂടെ ഒരു ബന്ധമുണ്ട്, ഹജ്ജിലൂടെ ഒരു ബന്ധമുണ്ട്, പരിശുദ്ധമായ നിസ്കാരത്തിന്റെ നിർവഹണത്തിന് ഖിബ്ലയെ സജ്ജീകരിച്ചതിലും ഖിബ്ലയുടെ പ്രഖ്യാപനത്തിലും എല്ലാം ഹബീബിലേക്ക് ഒരു ബന്ധമുണ്ട്, ഒരു ഇബ്രാഹിമി ബന്ധം. നമുക്ക് നിർബന്ധമാണ് ആ ബന്ധം. ആ ബന്ധം മുത്തുനബിയിൽ വരുന്നത് ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വആതൈനാഹു ഫിദ്ദുനിയാ ഹസനതൻ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ ثم أوحينا إليك أن اتبع ملة إبراهيم حنيفا وما كان من المشركين. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മുശ്രിക്കായ ജീവിതം, അതായത് മുശ്രിക്കായ ആളുകൾ അവരുടെ നേതാവായിരുന്നു എന്ന് പ്രഖ്യാപിച്ച മഹാനവറുകൾക്ക് ഒരു മുശ്രിക്കിന്റെ ജീവിതമായിരുന്നു എന്ന് വല്ലാതെ വാദിക്കുകയും തർക്കിക്കുകയും സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു കാലഘട്ടത്തിൽ ആ ഖുർആന്റെ ഈ ആയത്തുകളൊക്കെ ഇറങ്ങുന്നത്. ദുനിയാവിൽ അല്ലാഹു തആല ഒരുപാട് ഹസനത്ത് നൽകിയ മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം. വഅതൈനാഹു ഫിദ്ദുനിയാ ഹസന വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. ആഖിറത്തിൽ അല്ലാഹു സ്വാലിഹീങ്ങളുടെ നേതാവ് എന്ന പദവി കൊടുത്തിട്ടുള്ള മഹാനാണ് സയ്യിദുനാ ഇബ്രാഹിം. അങ്ങനെ ആ വ്യക്തിത്വത്തിന്റെ ഏറ്റവും മഹോന്നതമായ പദവി പരിചയപ്പെടുത്തിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള നിർദ്ദേശം, ഹബീബിനോടുള്ള അഭേദ്യ ബന്ധം, ثم أوحينا إليك, ഹബീബിനോട് വഹിയായി അറിയിച്ചു. എന്ത്? അനിത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമി മില്ലത്ത് ഇത്തിബാ ചെയ്യണം എന്നത് അള്ളാഹു വഹിയായി അറിയിച്ചു. ഇബ്രാഹിം നബിയെ ഇത്തിബാ ചെയ്യാം. മുത്തുനബിയോട് അത് അറിയിച്ചാൽ ആ മില്ലത്തിന്റെ തുടർച്ച, മില്ലത്ത് എന്ന് പറഞ്ഞ ഇമാം റാസി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മതം, ദീൻ എന്നാണ്. അപ്പൊ അവിടുത്തെ ദീന് ഇബ്രാഹിമി മില്ലത്തിന്റെ ഒരു തുടർച്ചയാണ്. ഇബ്രാഹിമി മില്ലത്തിന്റെ പരിപൂർണമായ അവസ്ഥയാണ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തിബാ, അല്ലെങ്കിൽ അവിടുത്തെ മില്ലത്ത്, അവിടുത്തെ ദീൻ. അപ്പൊ ഒരു ഇബ്രാഹിമി തുടർച്ചയാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടുള്ള ആ ബന്ധം വന്നു ചേരുന്ന രൂപമത. അതൊരു സ്വലാത്തിൽ മാത്രം സംഗമിച്ച ബന്ധമല്ല, ഒരു സ്വലാത്തിൽ മാത്രം, ഈ സ്വലാത്തിൽ മാത്രം സംഗമിച്ച ബന്ധമല്ല, വല്ലാത്ത ബന്ധം. സഹോദര സമുദായക്കാരായ ജൂതരും ക്രിസ്ത്യാനികളും ആ കാലഘട്ടത്തിൽ ചില വാദങ്ങളുമായി വന്നു. فلم تحاجون فيما ليس لكم به علم والله يعلم وأنتم لا تعلمون ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين إن أولى الناس بإبراهيم للذين اتبعوه وهذا النبي والذين آمنوا والله ولي المؤمنين. سورة آل عمران. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഷയത്തിൽ തർക്കിക്കുന്ന ആളുകളുണ്ട്. അവരെന്തിനാ തർക്കിക്കുന്നത്? അവർക്ക് അറിവില്ലാത്ത കാര്യത്തിൽ അവർ തർക്കിക്കുന്നു.
വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വസ്തുത കൃത്യമായി അറിയുന്നവൻ അല്ലാഹുവാ. വസ്തുതയെ അല്ലാഹു പറയട്ടെ. ഇനി മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്രാനിയ. പൊള്ളയായ ചില വാദങ്ങളും പൊട്ടിത്തെറിച്ചു പോകുന്ന ചില തെളിവുകളുമായി ജൂത ക്രിസ്ത്യാനികൾ വന്നുകൊണ്ട് ഇബ്രാഹിം നബി ഒരു ജൂതനാണെന്ന് പറയാൻ ശ്രമിച്ചു. ഇബ്രാഹിം നബി ഒരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന് പറയാൻ ശ്രമിച്ചു. പക്ഷെ വസ്തുത അറിയുന്ന അല്ലാഹു പറഞ്ഞു, മാ കാന ഇബ്രാഹീമു യഹൂദിയ്യൻ വലാ നസ്രാനിയ. ഒരു യഹൂദിയോ ഒരു നസ്രാനിയോ അല്ല ഇബ്രാഹിം അലൈഹിസ്സലാം. പിന്നെയോ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. സത്യതൽപരനായ ഒരു മുസ്ലിമായിരുന്നു. മഹാനവറുകൾ ഒരിക്കലും ഒരു ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ഇബ്രാഹിം നബിയിൽ ആരും അവകാശം പറഞ്ഞു വരേണ്ടതില്ല. ചരിത്രത്തിന്റെ ഏറ്റവും മഹോന്നതമായ കാലം, മനുഷ്യ സിവിലൈസേഷന്റെ ഏറ്റവും പ്രഫുല്ലമായ പ്രോജ്വലമായ കാലം, മാനുഷിക നാഗരിക ചരിത്രം മുഴുവനും തിളങ്ങി നിൽക്കുന്ന കാലം BC 2000. സയ്യിദുനാ ഇബ്രാഹിം ജീവിച്ചു പോയ കാലം. ഈ ഭൂമിയിൽ തക്കതായ പലതും നമുക്ക് ദർശിക്കാൻ കഴിയുന്ന കാലം. ആ കാലഘട്ടത്തിൽ ജീവിച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് ഇത്ര കണ്ട് വലിയ സ്ഥാനം വകവെച്ചു കൊടുത്ത ജീവിതമേ ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആരാണെന്നറിയുമോ? മറ്റാരും ഇനി അവകാശം പറഞ്ഞു വരേണ്ടതില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇന്ന ഔലൻ നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനൂ വല്ലാഹു വലിയുൽ മുഅ്മിനീൻ. ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധം ഇന്ന ഔലന്നാസ്, സർവ മതങ്ങളും സർവ സമുദായങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ജനതയിൽ ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ലല്ലദീന തബഊഹു, ആ കാലഘട്ടത്തിൽ ആ മഹാന അന്ന് പിൻപറ്റിയ മഹാന്മാരായ മുഅ്മിനീങ്ങൾ സ്വാലിഹീങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ വഹാദൻ നബിയു, ഈ നബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലദീന ആമനു, മുത്തനബിയുടെ കൂടെ മൂമിനായി ജീവിച്ചു പോരുന്ന ആ വഴിയിൽ ജീവിക്കുന്ന ആളുകളാ ഇബ്രാഹിം നബിയുടെ ഏറ്റവും ബന്ധമുള്ളത്. നമ്മളെ അല്ലാഹു ആ ബന്ധത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആ ബന്ധത്തിന്റെ ഏറ്റവും വലിയ നാം കാണുന്ന ഏറ്റവും മഹോന്നതമായ വചനങ്ങളാണ് അസ്സലാത്തുൽ ഇബ്രാഹിമിയ. അപ്പൊ ഇബ്രാഹിം നബിയോട് ഏറ്റവും ബന്ധമുള്ളത് മുഅ്മിനീങ്ങളാണ്, മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഇബ്രാഹിമി ബന്ധത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഒരു അമലാണ് അസ്സലാത്തുൽ ഇബ്രാഹിമിയ. ഹബീബായ നബിയോടും ബന്ധം വേണമല്ലോ. ഇബ്രാഹിം നബിയോട് ബന്ധം അസ്സലാത്തുൽ ഇബ്രാഹിമിയ, ഉദുഹിയ, അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ തന്നെ പരിശുദ്ധമായ കഅബ, ഖിബ്ല, നിസ്കാരത്തിന്റെ ക്രോഡീകരണം, ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിമി മില്ലത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയോട് ബന്ധപ്പെടുക വഴി ഇബ്രാഹിമി മില്ലത്തിനോടൊരു ബന്ധം. മുഹമ്മദ് നബിയോട് എങ്ങനെ ബന്ധപ്പെടാം? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് കൊണ്ട് അല്ലാതെ ഇപ്പൊ എന്താ നടക്കുക? അങ്ങനെയെങ്കിൽ ആ സ്വലാത്ത് കൊണ്ടുള്ള ബന്ധപ്പെടൽ രണ്ടുപേരിലേക്കും ഒരേ സമയം സാധ്യമാകുന്നത് ഇബ്രാഹിമിയ സ്വലാത്തിലൂടെയാണ്. ഞാൻ വെറുതെ പറയല്ല. ഇമാം തുർമുദിയുടെ ജാമിഇലുണ്ട് ഒരു ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ്. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും ബന്ധം എന്റെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അപ്പൊ മുത്തുനബിയോട് കൂടുതൽ ബന്ധപ്പെടാ, അതുവഴി ഇബ്രാഹിം നബിയിലേക്ക് ഒരു ബന്ധം, സ്വലാത്തിന്റെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ ആവട്ടെ. കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് നീ ഗുണം ചെയ്ത പോലെ മുഹമ്മദ് നബിക്ക് ചെയ്യുന്ന പറഞ്ഞത്. ഇവിടെ ഈ പോലെ എന്ന ആ ഒരു പ്രയോഗം തന്നെ വലിയ ഗൗരവമായി ചർച്ച ഹദീസ് ലോകത്ത് നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പറയുമല്ലോ, ഒരു വലിയ പോത്തിനെ കാണാൻ പറയുമല്ലോ ആനയെപ്പോലെ. ഈ ആന എന്നതിനോട് ഈ പോത്തിനെ സാദൃശ്യതപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ വലിപ്പം എന്ന വിഷയത്തിലാണ് സാദൃശ്യപ്പെടുത്തുന്നത് എങ്കിൽ
സ്വാഭാവികമായും പോത്തിനേക്കാളും വലിപ്പം യഥാർത്ഥത്തിൽ ആർക്ക് തന്നെയാണ്? ആനയ്ക്കാണ്. ആനയെപ്പോലെ ഈ പോത്ത്. മുഷബ്ബഹ് ബിഹി എന്ന് പറയും ആന. ഇവിടെ ഇബ്രാഹിം നബിക്ക് ചെയ്ത പോലെ മുഹമ്മദ് നബിക്ക് ചെയ്യുന്ന പറഞ്ഞത്. അപ്പൊ ഈ മുഹമ്മദ് നബിയെക്കാളും വലിപ്പം ഇബ്രാഹിം നബിയിൽ സങ്കല്പിച്ചു പോകും വിധം തസ്ബീഹിന്റെ നിയമം മാറി നിൽക്കുന്നു എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സാദൃശ്യപ്പെടുത്തൽ യഥാർത്ഥത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട് ഹദീസ് വ്യാഖ്യാതാക്കളിൽ. മഹാനായ ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ ബുഖാരിയുടെ വ്യാഖ്യാനം പറയുന്നു, കമാ സല്ലൈത അലാ ഇബ്രാഹീമ തഖദ്ദമത മിൻക സ്വലാത്തു അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം فنسأل منك الصلاة على محمد وعلى آل محمد بالطريق الأولى لأن الذي يثبت للفاضل يثبت للأفضل بالطريق الأولى. ഇബ്രാഹിം നബിക്ക് ആ കാലഘട്ടത്തിൽ നീ ചെയ്തതുപോലെ നീ അങ്ങനെ ഒരു ചെയ്യൽ മുൻകടന്നല്ലോ. അത് എല്ലാവരാലും വല്ലാതെ ആദരിക്കുന്ന ഒരു ചെയ്യലാ നീ മുമ്പ് ചെയ്തത് ഇബ്രാഹിം നബിക്ക്. റബ്ബേ, പിന്നീട് വന്ന മുഹമ്മദ് നബിക്കും നീ അതുപോലെ ചെയ്യണം. ഇതൊരു താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സാദൃശ്യപ്പെടുത്തലല്ല, തസ്ബീഹാക്കലല്ല. ആദരവിൽ രണ്ടുപേരെയും അനുസ്മരിക്കലിന്റെ ഭാഗമാണ്, അങ്ങനെ ചേർക്കലാണ് എന്ന് ഇബ്നു ഹജർ തങ്ങള് ഫത്ഹുൽ ബാരിയിൽ ഇത് സംബന്ധമായി കുറിക്കുന്നത് നമുക്ക് കാണാം. ധാരാളം മുഫസ്സിരീങ്ങൾ മുഹദ്ദിസീങ്ങൾ ഇത് സംബന്ധമായി മറ്റു പലതും ഉദ്ധരിക്കുന്നുണ്ട്. സുദീർഘമായ ചർച്ച ഫത്ഹുൽ ബാരിയിൽ കാണാം. ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നില്ല. ഏതായാലും ഇബ്രാഹിം നബിക്കുള്ള പരിഗണന ഈ സ്വലാത്തിൽ മാത്രമല്ല, ഈ സ്വലാത്തിൽ മുത്തുനബിയോടൊപ്പം ചേർത്ത് പറഞ്ഞു എന്നത് ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്തൊരു പരിഗണന. അത് ഈ സ്വലാത്തിൽ മാത്രമല്ല ഈ പരിഗണന ഉള്ളത്. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ കാണാം ഹദീസ് അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹ്ശറുൻ നാസു ഹുഫാതൻ ഉറാതൻ ഗർലാ فأول من يكسى إبراهيم. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നു, നാളെ മഹ്ശറാവൻ സഭയിൽ ചെരുപ്പില്ലാതെ നഗ്നരായി മനുഷ്യരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ആദ്യമായി ആദരവിന്റെ പുടവ അള്ളാഹു നൽകുന്നതാർക്കെന്നറിയുമോ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു പരിഗണനയാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു പരിഗണന. ഒരു ശരാശരി മുസ്ലിം ഒരു ദിവസം 17 റക്അത്ത് ഫർള് നിസ്കരിക്കുന്നുണ്ടല്ലോ. എന്നാൽ 17 റക്അത്ത് ഫർള് നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിലേക്ക് വരുമ്പോൾ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ. ഒരു ഇബ്രാഹിമിയ സ്വലാത്തിലൂടെ 4 വട്ടം ഇബ്രാഹിം എന്ന പേര് പറയുന്നുണ്ടല്ലോ. 5 വഖത്തിലായി അങ്ങനെ 20 പ്രാവശ്യം അനിഷേധ്യമായി ഒരു മുഅ്മിനായ മനുഷ്യൻ ഉച്ചരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞത് 20 പ്രാവശ്യം ഒരു മുസ്ലിം ജീവിതത്തിൽ ഉച്ചരിക്കാൻ സാധ്യതയുള്ള ഒരു നാമമാ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു ബന്ധമല്ലാന്ന് ഓർത്തത് നമ്മുടെ ജീവിതത്തിലൂടെ 20 പ്രാവശ്യം ഇബ്രാഹിം എന്ന പേര് നമ്മൾ പറയുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മഹാന്റെ കൂടെ സ്വർഗം തരട്ടെ. വലിയ ബന്ധം. പടച്ചതമ്പുരാൻ തന്റെ പരിശുദ്ധ ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് ഇബ്രാഹിം. ഖുർആനിൽ 25 നബിമാരെ പറഞ്ഞിട്ടുണ്ട്. ആദം നബിയുണ്ട്, പക്ഷെ ആദം നബിയുടെ പേര് വെച്ചുകൊണ്ട് ഖുർആനിൽ ഒരു അധ്യായം കാണുന്നില്ല. മൂസാ നബിയുടെ പേരുണ്ട് ഖുർആനിൽ. ഖുർആൻ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസ നബിയുടെ പേരാ, പക്ഷേ ഒരു സൂറത്ത് മൂസ ഖുർആനിൽ കാണാനില്ല. ഇല്ല. 124 ആയത്തുകളിലൂടെ ആ മൂസ നബിയെ പറഞ്ഞത് 136 പ്രാവശ്യം മൂസ എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് സൂറത്ത് മൂസയില്ല. ഇബ്രാഹിം നബിയാണ് ഖുർആൻ പേര് പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് സയ്യിദുനാ ഇബ്രാഹിം. 69 പ്രാവശ്യം അല്ലാഹു പേര് പറഞ്ഞു ഖുർആനിൽ. മുഅ്ജമുൽ ഖുർആൻ എടുത്തു നോക്ക്, ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മഹാന്മാർ. 69 പ്രാവശ്യം മൂസ, 69 പ്രാവശ്യം ഇബ്രാഹിം നബിയുടെ പേര് പറഞ്ഞു. പക്ഷെ അതിൽ ഒരു പേര് സൂറത്ത് ഇബ്രാഹിം, അധ്യായത്തിന്റെ പേര് ഇബ്രാഹിം എന്നാണ്. അതൊക്കെ ഒരു പരിഗണനയാണ്. അള്ളാഹു ചെയ്തു കൊടുത്ത, ആ മഹാന് കൊടുത്ത വലിയ പരിഗണനയാണ്. അള്ളാഹു ഗുണം ചെയ്തുല്ലോ, ഒരുപാട് ഗുണം ചെയ്തു.
ആ മഹാന് അള്ളാഹു ചെയ്ത ഗുണം മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ തന്നെ ഫത്വൽ ബാരി പറയുന്നു, അന്ന തസ്ബീഹ വഖഅ ലിൽ മജ്മൂഇ ബിൽ മജ്മൂഇ ലിഅന്ന മജ്മൂഅ ആലി ഇബ്രാഹിം അഫ്ളലു മിൻ മജ്മൂഇ ആലി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിഅന്ന ഫി ആലി ഇബ്രാഹിം അൽ അംബിയാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇബ്രാഹിം നബിയെയും താരതമ്യം ചെയ്തുകൊടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം ഇബ്രാഹിമി പരമ്പരയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മഹാന്മാരായ അമ്പിയാക്കൾ വന്നു എന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വലിയ ശ്രേഷ്ഠതയായി തന്നെ മഹാന്മാർ പറയുന്നുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഗുണം മക്കൾ ആണ്. മക്കൾ എങ്ങനെയും മക്കൾ ഉണ്ടായാൽ പറ്റില്ല. ഇബ്രാഹിം നബിയുടെ മക്കൾക്ക് ഒരു പ്രത്യേക ക്വാളിറ്റിയാണ്. കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വംറഅതുഹു ഖായിമത്തു ഫളഹികത് فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى ألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد. അള്ളാഹു മക്കളെ കൊടുത്തല്ലോ. മക്കളെ കൊടുക്കുന്ന സന്തോഷ വാർത്ത ഉമ്മ അറിയാണ്. ഏത് ഉമ്മ? മക്തിയായ സാറാ റളിയല്ലാഹു അൻഹാ. വേഷപ്രച്ഛന്നരായി മലക്കുകൾ ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് വന്നത് മലക്കുകളാണെന്ന് സാറാ റളിയല്ലാഹു അൻഹാ അറിഞ്ഞു. മഹ്ദി അവറുകൾ ഇതറിയാത്ത ഇബ്രാഹിം നബിയുടെ വ്യഗ്രത കണ്ടപ്പോൾ തമാശിച്ചു പോയി, ചിരിച്ചുപോയി. ചിരിച്ചുപോയി. മഹാന്മാരായ മലക്കുകളെ തിരിച്ചറിഞ്ഞല്ലോ. സാറ റളിയല്ലാഹു അൻഹയെ അഭിനന്ദിച്ചുകൊണ്ട് ആശീർവദിച്ചുകൊണ്ട് ഫബശ്ശർനാഹ ബിഇസ്ഹാഖ്. ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു കുട്ടി ജനിക്കുമെന്ന സന്തോഷം അപ്പോഴാ പറഞ്ഞത്. ഇസ്ഹാഖ് എന്ന മോൻ ജനിക്കും. ഇസ്ഹാഖിന്റെ പരമ്പരയിൽ വരേണ്ട ആളാണ് യാക്കൂബ് അലൈഹിമുസ്സലാത്തു വസ്സലാം. പേരക്കുട്ടിയുടെ പേരും പറഞ്ഞു കൊടുത്തു. കുട്ടി ഉണ്ടാവും എന്നല്ല പറഞ്ഞത്, അത് ആൺകുട്ടി ആവുന്നു അല്ല പറഞ്ഞത്, ഉണ്ടായ ഇതായിരിക്കും പേരെന്നും കൂടി പറഞ്ഞു. ഇതിനപ്പുറം മക്കളില്ലാതെ പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ആ ദമ്പതികൾക്ക് സന്തോഷിക്കാൻ മറ്റു വല്ലതും വേണോ? അങ്ങനെയാ. അപ്പൊ ചോദിക്കുന്നുണ്ട്, യാ വൈലത്ത അലിദു വഅന അജൂസും വഹാദാ ബഅലി ശൈഖ ഇന്ന ഹാദാ ലശൈഉൻ അജീബ്. എനിക്ക് എങ്ങനെയാ ഒരു സന്താന ലബ്ധി? കാരണം ഞാൻ ഒരു സന്താന ഭാഗ്യം ഉള്ള പെണ്ണല്ലല്ലോ. എന്റെ പ്രകൃതം പ്രസവം നടക്കൂല എന്ന പ്രകൃത. ഈ രീതിയിൽ സാറ റളിയല്ലാഹു അൻഹയുടെ മറുപടി. അപ്പോൾ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അമ്രില്ല, അള്ളാന്റെ കൽപ്പന ആ കുട്ടി ഉണ്ടാവൂ എന്നുള്ളത്. ആ കൽപ്പനയിൽ എന്തിനാ അത്ഭുതപ്പെടുന്നത്? അസംഭവ്യമൊന്നുമല്ല അത്. റഹ്മത്തുല്ലാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. ഇബ്രാഹിം നബിയുടെ കുടുംബമേ, അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിൽ ഉണ്ടാവട്ടെ, ബറക്കത്ത് നിങ്ങളിൽ പെയ്തിറങ്ങട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ്. അപ്പൊ ഇബ്രാഹിമി കുടുംബം അത്ര വലിയ മഹാന്മാർ. ആ മക്കള് ഏറ്റവും വലിയ ഗുണം അല്ലാഹു ചെയ്തത് ആ മക്കളാണല്ലോ, കുടുംബമാണല്ലോ. അവരെ സൂചിപ്പിച്ചുകൊണ്ടാ പറഞ്ഞത്, കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. ആ ആല് ഖുർആൻ പറഞ്ഞതാ, ആ കുടുംബം, ആ മക്കൾ. ഇനി കേട്ടോളൂ. ഖുർആൻ 4 കുടുംബത്തെ പറയുന്നുണ്ട്. ഒരു ആയത്തിൽ 4 കുടുംബത്തെ പറയുന്നുണ്ട്. 2 കുടുംബത്തിലെ കുടുംബനാഥന്മാരെ പറയുന്നുള്ളൂ. 2 കുടുംബത്തിൽ കുടുംബനാഥന്മാരെ പറയുന്നില്ല, മക്കളെ പറയുന്നത്. അവിടെ കുടുംബനാഥന്മാരെ പറയേണ്ടതില്ല, കാരണം മക്കളാൽ ആ കുടുംബനാഥന്മാർ അറിയപ്പെട്ട്. കേട്ടോളൂ. സൂറത്ത് ആല ഇംറാൻ
ഒരു ആയത്തിൽ 4 കുടുംബം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹു അസ്തഫാ ആദമ വനൂഹ വആല ഇബ്രാഹീമ വആല ഇംറാന അലൽ ആലമീൻ. അല്ലാഹു തെരഞ്ഞെടുത്തു ആദം നബിയെ, നൂഹ് നബിയെ. അവിടെ 2 കുടുംബനാഥന്മാരെ പറഞ്ഞോളൂ. പക്ഷേ പിന്നെ പറഞ്ഞു വആല ഇബ്രാഹീം. അവിടെ കുടുംബനാഥനല്ല പറഞ്ഞത്, കുടുംബത്തിലെ മക്കളെയാ പറഞ്ഞത്. ആല് ഇബ്രാഹിം. നമ്മളും ഈ സ്വലാത്തിൽ പറയുന്നത് വഅല ആലി ഇബ്രാഹിം അല്ലേ? ആലു ഇബ്രാഹിം എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട് ആദം നബിയുടെ ആല് പറഞ്ഞില്ല? ആല് കുടുംബം. ആല് എന്ന് പറഞ്ഞ ആല് എന്നതിന്റെ അടിസ്ഥാന രൂപം അഹ്ല് എന്നാണ്. ആല് എന്നതിന്റെ അടിസ്ഥാന രൂപം അഹ്ല് എന്നതാണ്. ഉച്ചാരണത്തിൽ ആല് ആയതാണ്. ഇബ്രാഹിം നബിയുടെ ആല് പറഞ്ഞു, കുടുംബം പറഞ്ഞു. ഇബ്രാഹിം നബിയുടെ പറഞ്ഞു, അതിന്റെ തൊട്ട് താഴെ പറഞ്ഞു വആല ഇംറാന അലൽ ആലമീൻ. ഈസാ നബിയുടെ വല്ലുപ്പയായ ഇമ്രാന്റെ കുടുംബം പറഞ്ഞു. ഇമ്രാനെ അല്ല പറഞ്ഞത്, ഇമ്രാന്റെ കുടുംബം. ഇബ്രാഹിം നബി അല്ല പറഞ്ഞത്, ഇബ്രാഹിം നബിയുടെ കുടുംബം. പക്ഷെ ആദം നബിയുടെ കുടുംബം പറഞ്ഞില്ല, നൂഹ് നബിയുടെ കുടുംബവും പറഞ്ഞില്ല. എന്തുകൊണ്ട്? ആദം നബിയുടെ കുടുംബത്തെ പറയാൻ പറ്റൂലല്ലോ, കാരണം അവിടെ ഒരു കൊലയാളിയുണ്ട്, ഖാബീല്. മക്കള് ശരിയല്ല, എല്ലാവരും ശരിയല്ല എന്നല്ല, മക്കളിൽ ശരിയല്ലാത്തവരുണ്ടായി. നൂഹ് നബിയുടെ കുടുംബം പറഞ്ഞില്ല, കാരണം കനാൻ ഉണ്ട്. കനാൻ ആരാ? കപ്പലിൽ കയറാതെ നിഷേധിയായി മാറി നിന്ന മോൻ. അതുകൊണ്ട് ആ കുടുംബം പറയാൻ പാടില്ല. അപ്പൊ കുടുംബത്തിന് നീ ഗുണം ചെയ്ത പോലെ എന്ന് പറയുന്ന ആ കുടുംബം, ഇബ്രാഹിമി കുടുംബം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നേ കടന്നു പോയ ആ കുടുംബം, ഇവിടെ ആദരിക്കപ്പെടുന്ന അർത്ഥത്തിൽ ആ ഖുർആൻ അവരെ ആല് എന്ന് പറഞ്ഞത്. ആ കുടുംബത്തെയും ഈ സ്വലാത്തിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വലിയ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനെയാണല്ലോ അള്ളാഹു ഈ സ്വലാത്തിൽ കൊണ്ടുവന്നത്. ചെറിയ ആളൊന്നുമല്ല, ചെറിയ ആളൊന്നുമല്ല സയ്യിദുനാ ഇബ്രാഹിം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് മഹാനായ അബുൽ ഫിദാ ഇസ്മാഈൽ ഇബ്നു കസീർ പറയുന്നുണ്ട്. തഫ്സീർ ഇബ്നു കസീർ നോക്കിയാൽ കാണാം എന്തൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാ സയ്യിദുനാ ഇബ്രാഹിം. عن عبد الله بن عمير قال ما كان إبراهيم عليه السلام يضيف الناس. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നറിയോ? മഹാനവറുകൾ ജനങ്ങൾക്ക് വിരുന്നൊരുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം വിരുന്നിന് വേണ്ടി, അതായത് ഒരു വിരുന്നുകാരനില്ലാതെ മഹാൻ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ വിരുന്നിന് വേണ്ടിയിട്ട് മഹാനവറുകൾ ഒരാളെ തേടിപ്പോയി. അങ്ങനെ പോയ സമയത്ത് ആരെയും കണ്ടില്ല. ആ സമയം മഹാനവറുകൾ വീട്ടിലേക്ക് നിരാശനായി മടങ്ങി വന്നു. അടച്ചു പൂട്ടിയിട്ട വീട് അടച്ചു പൂട്ടിയിട്ടിട്ട മഹാനവറുകൾ പുറത്തേക്ക് പോയത്, ആളെ തേടിപ്പോയത്. പക്ഷേ അവിടെ ആളെ കണ്ടില്ല. കാണാതെ വന്നപ്പോ വീട് അടച്ചു പൂട്ടിയിട്ടിട്ടാ പോയത്. വിരുന്നിനായി അന്വേഷിച്ചു, ആരെയും ആളെ കണ്ടില്ല. തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട് തുറന്നു നോക്കിയപ്പോൾ സുബ്ഹാനല്ലാഹ് ഫവജദ ഫീഹാ റജുലൻ ഖായിമ. അടച്ചു പൂട്ടിയിട്ട വീടിന്റെ അകത്ത് ഒരാളിങ്ങനെ നിൽക്കാണ്. ചോദിച്ചു, യാ അബ്ദല്ലാഹ് മാ ദഖലക ദാരി ബിഗൈരി ഇദ്നി. ചോദിച്ചു, സഹോദര, എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ നീ എന്തുകൊണ്ട് കയറി വന്നു? എന്റെ അനുവാദമില്ലാതെ എന്റെ വീട്ടിലേക്ക് നീ കയറാൻ എന്താ കാരണം? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം അടച്ചുപൂട്ടിപ്പോയ വീടിന്റെ അകത്ത് കണ്ട ആളെ ചോദ്യം ചെയ്തു. ആ മനുഷ്യൻ പറഞ്ഞു, അസാധാരണമായ വലിയ വർത്തമാനം തിരിച്ചു പറഞ്ഞു. ദഖൽതുഹാ ബിഇദ്നി റബ്ബിഹാ. ഇബ്രാഹിം നബിയെ അലൈഹിസ്സലാം, ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അല്ലാഹു അല്ലേ? ആ റബ്ബിന്റെ അനുവാദത്തോടു കൂടെ ഞാനിപ്പോ ഇതിന്റെ അകത്ത് കയറിയത്, നിങ്ങളുടെ അനുവാദം വേണമെന്നില്ല. അപ്പൊ ചോദിച്ചു, ഈ അസാധാരണമായ വർത്തമാനം പറയുന്നു നിങ്ങളാരാ? ഈ വീട്ടിലേക്ക് എന്റെ അനുവാദമില്ലാതെ കയറിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ ഇതിന്റെ ഉടമസ്ഥനായ അള്ളാഹ് അനുവാദം തന്നു എന്ന് പറഞ്ഞ് കയറി, അള്ളാഹ് അനുവാദം തന്നു കയറി എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അസാധാരണമായ വർത്താനത്തിൽ മഹാനവറുകൾ അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, വമൻ അൻത, ആരാണ് താങ്കൾ? വേഷപ്രച്ഛന്നനായി വന്ന ആ മനുഷ്യൻ പറഞ്ഞു, അന മലക്കുൽ മൗതി ഇസ്രായീൽ. ഇബ്രാഹിം നബിയെ, ഞാൻ മഹാനായ ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാം. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനു വന്നു ഇവിടെ? ഇസ്രായേൽ വരുമ്പോ പല ഉദ്ദേശം ഉണ്ടാവുമല്ലോ അല്ലെ?
പേടിച്ചിട്ട് ചോദിച്ചൊന്നുമല്ല, എന്താ ഇപ്പൊ ഇവിടെ വന്നത്? ഇസ്രായേലിനൊരു സ്വഭാവമുണ്ട്, അമ്പിയാക്കളെ പോയി ഇടക്കിടക്ക് പോയി കണ്ടിട്ട് വരുന്ന സ്വഭാവമുണ്ട്, ഒരു സന്ദർശനം. അത് മൂപ്പരൊരു പ്രത്യേക ഹോബിയാണ്. ചരിത്ര ഗ്രന്ഥങ്ങൾ വായിച്ച് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. പല നബിമാരുടെയും അടുക്കൽ ഇങ്ങനെ വെറുതെ സന്ദർശനത്തിന് വേണ്ടി വന്നു പോകുന്ന ഒരു പ്രകൃതം ഇസ്രായേലിന് ഉണ്ടായിരുന്നു. മഹാനവറുകൾ ചോദിച്ചെന്തിനാ വന്നത്? അപ്പോൾ മഹാനായ ഇസ്രായേൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹു എന്നെ അയച്ചിരിക്കുന്നു റബ്ബി ഇലാ അബ്ദിൻ മിൻ ഇബാദിഹി, അള്ളാഹുവിന്റെ ഒരു പ്രിയപ്പെട്ട അടിമയെ കാണാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചിരിക്കാണ്. എന്തിനാണെന്നറിയുമോ ഞാൻ കാണേണ്ടത്? ആ മഹാനായ അടിമയെ അള്ളാഹു ഖലീലാക്കിയിട്ടുണ്ട് എന്ന വിവരം അദ്ദേഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാ റബ്ബെന്നെ പറഞ്ഞയച്ചത്. അങ്ങനെ പോണ വഴിക്ക് ഞാനിവിടെ കയറിയതാ. അപ്പൊ ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, മൻ ഹുവ, പടച്ചോനെ അങ്ങനെ ഒരാളോ, ആരായിരിക്കും ഭാഗ്യമുള്ള മനുഷ്യൻ? ഇൻ അഖ്ബർതനി, മഹാനായ ഇസ്രായേലേ അങ്ങ് എന്നോട് പറഞ്ഞു തന്നാൽ, ബിഹി, അങ്ങ് പോയി കണ്ടിട്ട് ഖലീൽ പദവി കിട്ടി എന്ന് പറയാൻ ഉദ്ദേശിച്ച മഹാനെ ഒന്ന് എന്റെ മുന്നിൽ കാണിച്ചു തന്നാൽ, ആരാണെന്ന് എന്നോട് പറഞ്ഞാൽ, സുമ്മ കാന ബി അഖ്സൽ ബിലാദിലാതിയന്നഹു, അദ്ദേഹം ഏത് അറ്റത്താണ് ജീവിക്കുന്നതെങ്കിൽ പോലും, ഈ നാടിന്റെ ഏത് മുക്കിലാണെങ്കിലും മൂലയിലാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹത്തിന്റെ പൊരുത്തം ചോദിക്കും. മഹാനായ ഇസ്രായേലിന്റെ മുന്നിൽ സയ്യിദുനാ ഇബ്രാഹിം നിഷ്കളങ്കമായി പറയാം. അപ്പൊ മഹാനായ ഇസ്രായേൽ അലൈഹി സ്വലാം പറയുന്നുണ്ട്, മഹാനായ ഇബ്രാഹിം നബി പറയുന്നുണ്ട്, അങ്ങനെ അദ്ദേഹത്തിന്റെ പൊരുത്തം വാങ്ങി അദ്ദേഹത്തിന്റെ അയൽവാസിയായിട്ട് ജീവിക്കാൻ ഞാൻ അതിനുള്ള തയ്യാറെടുപ്പെടുത്തു. അള്ളാന്റെ ഖലീൽ പതിവിലുള്ള ഒരാൾ ഇപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവിടെ പോയി ആ മഹാനെ കണ്ട മഹാന്റെ അയൽവക്കത്ത് താമസിക്കും ഞാൻ. അങ്ങനെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കാം. അപ്പൊ ഇസ്രായേല് ചോദിക്കുന്നുണ്ട്, ഇസ്രായേൽ അത്ഭുതപ്പെടാം. പിന്നെയും ഇബ്രാഹിം നബി പറയാണ്, മരണം വരെ ഞാൻ അവിടെ അയൽവക്കത്ത് താമസിക്കാം. ആ മഹാനെ കാണാലോ. ആരാ മഹാൻ ഒന്ന് പറയാ ഇസ്രായേൽ. അപ്പോ ഇസ്രായേൽ പറയുന്നുണ്ട്, അങ്ങാണ് അടിമ, അല്ലാഹുവിന്റെ ഖലീൽ പദവി കിട്ടിയ മഹാനായ അടിമ അങ്ങാണ്. ഖാല അന, ഞാനോ ഖാല നഅം, അതെ അങ്ങാണ് അല്ലാഹുവിന്റെ ഖലീൽ പദവി കിട്ടിയ ആ അടിമ. ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്, അർഹതയില്ല എനിക്ക്, എന്നാലും ചോദിക്കട്ടെ, ഫീമത്തഖദനി റബ്ബി ഖലീലാ, അള്ളാഹു എന്തടിസ്ഥാനത്തിലാ അവന്റെ ഖലീലായി എന്നെ നിശ്ചയിച്ചിരിക്കുന്നത്? ഇസ്രായേൽ പറയുന്നുണ്ട്, ഇന്നക തുഅ്തി നാസ വലാ തസ്അലുഹും, അങ്ങ് കൊടുക്കുകയുള്ളൂ, ആരോടും യാചിക്കുകയില്ലല്ലോ. അത് അങ്ങയുടെ ക്വാളിറ്റിയാ. ഖലീൽ പദവിയിൽ വരാൻ ആ ഒരു അവസ്ഥയെ അള്ളാഹു പരിഗണിച്ചു. അള്ളാഹു വല്ലാതെ പരിഗണിച്ച മഹാൻ സയ്യിദുനാ ഇബ്രാഹിം. ആ ഒരു പരിഗണനയുടെ ഭാഗ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായം ഇത്ര കണ്ട മഹാനെ അനുസ്മരിച്ച് നിസ്കാരത്തിലെ സ്വലാത്തിലൂടെയും അല്ലാതെയും ഒക്കെയായി ഒരു ഇബ്രാഹിമി ബന്ധത്തിൽ നാം ഓരോരുത്തരും എത്തിപ്പെടുന്നത്. അള്ളാഹു നമുക്ക് അവിടുത്തെ മില്ലത്തിൽ അംഗമാവാൻ ഭാഗ്യം നൽകട്ടെ. അനുഭവസ്ഥരായ മഹാന്മാരായ ഉലമാ പറയുന്നുണ്ട്, അസ്വലാത്തുൽ ഇബ്രാഹിമിയ എന്ന നാം ഇതുവരെ പറഞ്ഞ ഈ സ്വലാത്ത്, ഇത് ഒരു ദിവസം 100 പ്രാവശ്യം മുടങ്ങാതെ ചൊല്ലുന്ന ആൾക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം എത്തിക്കും. അനുഭവങ്ങൾ മഹാന്മാർ പങ്കുവച്ചിട്ടുണ്ട്. ഹജ്ജ് ചെയ്യാൻ നിഷ്പ്രയാസം നമുക്ക് കഴിയും. മാത്രവുമല്ല ഹബീബിനെ സ്വപ്നം കാണാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് വെള്ളിയാഴ്ച രാവും പകലൊക്കെ വരുമ്പോൾ ഇബ്രാഹിമിയ സ്വലാത്തിനോട് ഒരു പ്രത്യേക താല്പര്യവും ഒരു പ്രത്യേക ശ്രദ്ധയും നമുക്കുണ്ടാവണം. നമുക്ക് അല്ലാത്ത സമയവും ഉണ്ടാവണം. ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി ഹജ്ജിന് പോവാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് വ്യക്തിപരമായി അറിയാനുണ്ട്. അങ്ങനെ പലരും അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കൂ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ.
ഒരുപാട് പേര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട് തമ്പുരാനെ. മരണപ്പെട്ടുപോയ കുടുംബത്തിലെ പലരുടെയും ആണ്ട് ദിവസങ്ങളാണ് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ. അല്ലാഹുവേ, മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹുവേ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും പ്രത്യേകം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. വാപ്പയുടെ ആണ്ട്, ഭർത്താവിന്റെ ആണ്ട്, സഹോദരന്റെ ആണ്ട്, മക്കളുടെ ആണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ മാസത്തിൽ മരണപ്പെട്ടവർ, ഈ മാസത്തിൽ ഈ വർഷം മരിച്ചവർ എല്ലാവരുടെയും ഖബർ, ഞങ്ങളിൽ നിന്ന് പലപ്പോഴായി മരിച്ചുപോയവർ എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലാക്കണേ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങളെ എപ്പോഴും എല്ലാ നിലക്കും സഹായിക്കണേ അല്ലാഹുവേ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ ഹലാലായ മുറാദ് ഹസിലാക്കണേ തമ്പുരാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനേ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹുവേ. ജിന്നിയായ പ്രയാസം അനുഭവിക്കുന്നവർ, ശൈത്വാനിയത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവർ, സിഹർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കണ്ണേറിന്റെ പ്രയാസമുള്ളവര്, അല്ലാഹുവേ ശിഫ നൽകണേ കാവൽ നൽകണേ അല്ലാഹുവേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ ഈ വർഷം ഹജ്ജിന് പോയവരുടെ ഹജ്ജ് നീ കബൂലാക്കുക വരും വർഷങ്ങളിൽ പോവേണ്ടവർക്ക് നീ അതിനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹുവേ, നീ സഹായിക്കണേ റബ്ബേ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കണേ ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ ചേർക്കണം അല്ലാഹുവേ. കടബാധ്യതകളെല്ലാം വീട്ടിത്തരണേ വസ്തു വിറ്റ് പോവേണ്ടവർ, കടം തീരേണ്ടവർ, റഹ്മാനെ നീ സഹായിക്കണേ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.